കൂടുതൽ പറയാനില്ല. കേരളം ഇന്ന് 7 ലക്ഷം കോടി രൂപ കടത്തിലാണ്. എന്തുകൊണ്ട് കണക്ക് കൊടുത്തില്ല നിങ്ങൾ ചോദിച്ചു പിണറായി വിജയനോട്? കണക്ക് കൊടുത്ത പിറ്റേ ദിവസം നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ പറഞ്ഞല്ല മിണ്ടാൻ കഴിഞ്ഞു ഒരു തന്നെ. എന്നെ പൊന്ന് ഇലക്ഷൻ തൊട്ടടുത്തേക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചതാണ്. ചാലഞ്ച് ചെയ്ത അവന് പട്ടാന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് 70% 60% ഒരു കാരണവശാലും പറയാതിരിക്കാൻ പഠിക്കണ്ട. CPI കാരൻ ചുമ്മാ എതിർത്തോണ്ടിരിക്കും. പറച്ചിലേ ഉള്ളൂ, പ്രവൃത്തിയില്ല. ഭാവി ഇന്ത്യ BJPയുടെ കൈകളിൽ അല്ലെങ്കിൽ NDAയുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കും, സമാധാനപൂർണ്ണമായിരിക്കും, വികസിതമായിരിക്കും എന്ന് PC ഉറപ്പ് പറയും. 100%. 80 കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട്. ഉണ്ട്. സംസ്ഥാന സർക്കാരിനല്ലേ യാതൊരു റോളും ഇല്ല. ഉണ്ട്. എന്നാന്നറിയാം, അത് എത്തിച്ചു കൊടുക്കുന്ന ജോലി അവരുടെ. സാമ്പത്തികമായി യാതൊരു ചെലവുമില്ല. ഒരു ചെലവില്ല. ഇപ്പം റേഷൻ കടകൾ വഴിയല്ലേ ഇത് കൊടുക്കുന്നത്? അതെ. റേഷൻ കടയുടെ കാര്യങ്ങൾ നോക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്. അവർ റേഷൻ ഉണ്ടല്ലോ. പക്ഷെ റേഷൻ കടകൾ കേരള പൊതുവിതരണ സംവിധാനത്തിന്റെ കീഴിലല്ല. അതെ, അത് കേരള സർക്കാരിന്റെ കീഴിലുള്ള സംഭവം. അതെ, കേരള സർക്കാരിൻ്റെ. അതിലൂടെ കൊടുക്കാൻ പറ്റും, അല്ല കേന്ദ്ര ഗവൺമെൻറ് വേറെ ഉണ്ടാക്കാൻ പറ്റും. അല്ല, അതിനകത്ത് സംസ്ഥാന വിഹിതം ഇല്ല. മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ് സൗജന്യമാണ്. അതതിൻ്റെ പ്രത്യേകത. ഈ കൊടുക്കുന്ന അരി മുഴുവൻ സൗജന്യമാണ്. ആകെപ്പാടെ വരുന്ന ഇത് ഈ റേഷൻ കട വഴി കൊടുക്കുന്നതിനുള്ള എക്സ്പെൻസ് വരുന്നത് കേരള സർക്കാർ വഹിക്കും. ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് മാത്രം. അതത് സംസ്ഥാനങ്ങൾ വഹിക്കുന്നത്, അല്ലാതെ ഒന്നുമില്ല. ഈ ക്രോപ്സിൽ അല്ലെങ്കിൽ അതിന്റെ ഇതിലൊന്നുമില്ല. മുഴുവൻ കേന്ദ്ര ഗവൺമെന്റ് ആണ്. ആരും എതിർക്കില്ല. ആരെതിർക്കാൻ? അല്ലെ, അത് ഡാറ്റാസ് ഒന്നും വല്ല വരുമെന്ന് ചോദിച്ചു. എതിർക്കാൻ പറ്റുമോ? എതിർക്കുന്നതിന്റെ കഷ്ടകാലമല്ലേ, ഞാനും സമ്മതിക്കും. അല്ല, കേരളത്തിൽ ഇപ്പോൾ ഈ വികസനത്തിന്റെ കാര്യം നമ്മൾ പറയുമ്പോഴേ, ഇപ്പോൾ കേരളത്തിൽ സ്കൂളുകളുടെയൊക്കെ അവസ്ഥ വല്ലാതെ മാറിയിട്ടുണ്ട്. കെട്ടിടത്തിൽ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ വല്ലാതെ മാറിയിട്ടുണ്ട്. റോഡുകളുടെ അവസ്ഥ മാറിയിട്ടുണ്ട്. ഇതിനെ വികസനമായി പരിഗണിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. എന്നെ പൊന്ന് ഇലക്ഷൻ തൊട്ടടുത്തേക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചതാണ്. പൊന്നു സുൽത്താൻ, ഈയനും അബദ്ധത്തിൽ ചാടാതെ ഏത് റോഡാണ് യാത്ര ചെയ്യാൻ പറ്റിയതായിട്ടുള്ളത്? മെയിൻ റോഡെല്ലാം കിടപ്പുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് പണം. അല്ല, ഹൈവേസ് വിടുക. റോഡ് ഈ പൂഞ്ഞാറ്റ് കുറയണം. ഞാൻ 5 കൊല്ലം മുമ്പ് ചെയ്തതാണ്. ഇപ്പം അതിനുശേഷം ഒരു റോഡും പണിതിട്ടില്ല. ഞാനിപ്പോൾ ഈ കൊല്ലം തേനി ഹൈവേയിലൂടെ കുമളി വരെ പോയിട്ടുണ്ട്. അത് നല്ല റോഡാണ്. അത് സെൻട്രൽ ഗവൺമെൻറ് കാശ് കൊണ്ടും പണിത റോഡാണ്. അല്ല, സംസ്ഥാനത്തിന് കേന്ദ്ര ഗവൺമെൻറ് 70% അല്ല 60% സ്റ്റേറ്റ് ഹൈവേയോ? കേന്ദ്ര ഗവൺമെൻറ് കാശ് കൊടുക്കല്ലേ, അങ്ങനെയല്ല റോഡുണ്ടാകുന്നു. സ്റ്റേറ്റ് ഹൈവേക്ക് മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ് 60%, 40% അടുത്തുള്ളൂ സ്റ്റേറ്റിൻ്റെ. അത്രേ ഉള്ളൂ. മുഴുവൻ കേന്ദ്ര. ചലഞ്ച് ചെയ്താലോ ഈ പറഞ്ഞ ഡാറ്റ? ആരും ഒന്നും മിണ്ടുകല്ല. ആരും. അല്ല, ഈ ഡാറ്റ ആരെങ്കിലും ചലഞ്ച് ചെയ്താലോ? ചലഞ്ച് ചെയ്താൽ അവന് പട്ടാന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് 70% 60% ഒരു കാരണവശാലും പറയാതിരിക്കാൻ പഠിക്കണ്ട. അതെങ്ങനെ? ഏത് കാര്യമുണ്ട്? പാവങ്ങളുടെ വീട് പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് കാശുണ്ടേ. ലൈഫോ? പിന്നെ ലൈഫ് പദ്ധതി കാശ് കൊടുത്ത് കേന്ദ്ര ഗവൺമെൻറ്റില്ലേ? ഈ 4 ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്നത്? 4 ലക്ഷം കൊടുക്കുന്നതല്ല, കേന്ദ്ര ഗവൺമെൻറ് ലൈഫ് പദ്ധതി ഉണ്ട്. അത് വേറെ. പ്രൈം മിനിസ്റ്റേഴ്സ്. അതും പിണറായി വിജയൻ്റെ എന്നാ പറയുന്നത്. അങ്ങനെ പറയുന്നുണ്ടോ? ലൈഫ് ഞാൻ ചോദിക്കട്ടെ, കൂടുതൽ പറയാനില്ല. കേരളം ഇന്ന് 7 ലക്ഷം കോടി രൂപ കടത്തിലാണോ? ഇതെങ്ങനെ വന്നു? എങ്ങനെ വന്ന് പിണറായി വിജയൻ പറയണ്ടേ? പറയണം. അല്ല, VC-യുടെ അനുമാനം എന്താണ്? കാട്ടുമുടിച്ചത് അല്ലായിരുന്നത്. അവർ വീട്ടിൽ കൊണ്ടുപോയെന്നാണോ പറയുന്നത്? വീട്ടിൽ കൊണ്ടുപോയ സംശയം എന്താ? 7 ലക്ഷം കോടി രൂപ കടവേ. എന്നാ ഇത്? എല്ലാവരുടെയും പേരിൽ കടമുണ്ട്. എന്ത് കിട്ടി നമുക്ക്? എന്ത് തന്നു? കടം എനിക്കും സുൽത്താനും സാദിഖിനും ഒക്കെയാ നമ്മളാ കടം തീർക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇവരല്ല. അല്ല. അതായത് പിണറായി വിജയൻ ഇപ്പം അങ്ങ് പോവും, വേറെ അടുത്ത ഗവൺമെൻറ് മുമ്പ് അവൻ തീർക്കണം. മോദിയുടെ കാലെ പിടിക്കല വേറൊരു മാർഗ്ഗവും ഇല്ല ഇനി. അതാണ് നയങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ അംഗീകരിച്ചേ പറ്റൂ എന്നാണ്. അതേ ഉള്ളൂ, അല്ല രക്ഷയില്ല. ഇപ്പം PM ശ്രീയിലൊക്കെ പോയി ഒപ്പ് വെച്ചല്ലോ. അത് പിണറായി വിജയൻ ആരും കാണാതെ പോയി ഒപ്പിട്ട് കൊടുത്തു. അതെ, മനസ്സിലായില്ലേ? നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ സ്വഭാവം മാറ്റുമല്ലോ. മന്ത്രി പോയി ഒപ്പിട്ടു. വിദ്യാഭ്യാസ സമ്പ്രദായം ഇവിടെ വന്ന് CPI കാരൻ പറഞ്ഞു, അത് CPI പറഞ്ഞാൽ ശരിയെന്ന് പറയുകയും ഒപ്പാട് ഇടുക. CPI എതിർത്തു. CPI സ്ഥിരം എതിർത്തോണ്ട് ഒരു കാര്യം സമ്മതിക്കാമല്ലോ. ഒരു വിലയില്ലെന്നോ? പിന്നെ CPI കാരൻ ചുമ്മാ എതിർത്തോണ്ടിരിക്കും. പറച്ചിലേ ഉള്ളൂ, പ്രവൃത്തിയില്ല. ഈ സംസ്ഥാന സർക്കാരിനുണ്ടായ കടം മുഴുവൻ ഈ സർക്കാർ കട്ടുമുടിച്ചാണെന്ന് പറഞ്ഞാൽ ഒരു വിവാദ വിഷയമാണ്. ഒരു വിവാദവും ഇല്ല. എവിടെ പോയെന്ന് കണക്ക് പറയട്ടെ, കേൾക്കാം. VC ധൈര്യത്തോടെ അത് ആർഗ്യൂ ചെയ്യണം. പിന്നെ ഇതേ ആർഗ്യുമെൻ്റാണ് നമ്മൾ ഈ ചൂരൽമല ആ കേസിലും ഒരുപാട് പേര് ഉന്നയിക്കുന്നുണ്ട്. അത് 2 പേരുടെ പേരിലും ഉന്നയിക്കുന്നുണ്ട്. UDF. അതായത് ഈ ദുരന്തമായി തന്നെ കാണണം. ആ ദുരന്തത്തിനുള്ള നിവാരണത്തിന് ഒരു കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് മാനദണ്ഡങ്ങൾ. ആ മാനദണ്ഡം അനുസരിച്ച് അത് പരിഹരിക്കണം. സംസ്ഥാന ഗവൺമെൻറ് വിഹിതവും
കേന്ദ്ര ഗവൺമെൻറ് വീതവും കൊടുത്തേ തീരുള്ളൂ. അത് മരിച്ചവർക്ക് ഇത്ര, സ്ഥലം നഷ്ടപ്പെട്ടവർക്ക് ഇത്ര, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതെല്ലാം മറച്ചു വെച്ചിട്ട് സത്യം പുറത്തു വരാതെ ഇതെല്ലാം ആരാ കറക്റ്റ് കണക്ക് പറയുന്നത്? അങ്ങനെ മുന്നോട്ട് പോകുന്നത് ശരിയാണോ? അത് പിണറായി വിജയൻ കണക്ക് പറയട്ടെ. അല്ലെങ്കിൽ കേന്ദ്രം സഹായിച്ചില്ല എന്നുള്ള ആരോപണം വളരെ ശക്തമാണ്. കേന്ദ്രം സഹായിക്കണേ, കണക്ക് കൊടുക്കണ്ടേ? അതാണ് ഇതിനകത്ത് പ്രധാനം. അതായത് ഒരു കാര്യത്തിന് പണം അനുവദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കണക്ക് ചെല്ലണം അവിടെ. അത് ചെല്ലണം, പക്ഷെ അനുവദിച്ചില്ലല്ലോ. അനുവദിച്ചു, കണക്ക് ചെന്നിട്ടില്ല. എസ്റ്റിമേറ്റ് കൊടുക്കാനാണ്. കേക്ക് ഇതിനു മുമ്പുണ്ടായ പ്രളയ ദുരന്തത്തിന് കൊടുത്ത കാശ്, പ്രളയ ദുരന്തം മാത്രമല്ല, നാച്ചുറൽ കലാമിറ്റീസ് എന്നാണ് പറയുന്നത്, അതിന് കൊടുത്ത കാശിന്റെ കണക്ക്, ചെലവഴിച്ച കാശിന്റെ കണക്ക് കേന്ദ്രത്തിൽ ഇതുവരെയും കിട്ടിയിട്ടില്ല. ആ കണക്ക് കിട്ടിയില്ല എന്ന് കരുതി പുതിയ മണ്ണിടിച്ചില്ല. മണ്ണിടിച്ച് എങ്ങനെ കൊടുക്കാൻ പറ്റില്ല, കണക്ക് കിട്ടണ്ടേ? കാരണം ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ട് അല്ലല്ല, അങ്ങനെ ചുമ്മാ സർക്കാരിന് വേണ്ടി വിടുപണി ചെയ്യാൻ പോകണ്ട. നമുക്ക് എന്തുകൊണ്ട് കണക്ക് കൊടുത്തില്ല നിങ്ങൾ ചോദിച്ചു പിണറായി വിജയനോട്. കണക്ക് കൊടുത്ത പിറ്റേ ദിവസം നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ പറഞ്ഞല്ലോ, മിണ്ടാൻ കഴിഞ്ഞു ഒരുത്തന്. നമ്മുടെ പ്രേമചന്ദ്രൻ വലിയ രാജീവായി ചാടിതില്ലേ, ഒരക്ഷരം മിണ്ടാതെ ഇറങ്ങിപ്പോയി. എന്നാ കാരണം? കണക്കുതാ ഇപ്പം തരാൻ കാശ്. നിർമ്മലാ സീതാരാമൻ പറഞ്ഞല്ലോ, കണക്കുതാ സർക്കാർ ഇപ്പം കാശ് തരാമെന്ന് പറഞ്ഞു. എത്ര വേണം പറ? തീർന്നു പോയി. ഇപ്പം ബി ജെ പിക്കാർ, നമ്മുടെ കേരളത്തിലെ ബി ജെ പിക്കാർ ഇക്കാര്യത്തിൽ ഇടപെടുകയും സമ്മർദ്ദം ചെലുത്തുകയും വേണ്ട. അതിൻ്റെ ആവശ്യമില്ല. പിണറായി വിജയൻ കാശിൻ്റെ കണക്ക്, ഗവൺമെൻറ് മേടിച്ച കാശിന് കണക്ക് ബി ജെ പിക്കാരെങ്ങനെ എടുത്തു? പ്രളയമല്ല, ഏത് മണ്ണിടിച്ചിലാണെങ്കിലും അതിൻ്റെ കാശിന് കണക്ക് കൊടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് അല്ല, സംസ്ഥാന ഗവൺമെൻറ്. പക്ഷേ ഹെലികോപ്റ്ററിൻ്റെ വാടകയൊക്കെ കൊടുക്കേണ്ടി വന്നു കേരള സർക്കാർ. കൊടുക്കേണ്ടി വന്നു. അവിടെ രക്ഷാപ്രവർത്തനത്തിന് വന്നു. പിന്നെ അന്ന് കൊടുത്ത അരിയുടെ വിലയും കൊടുക്കേണ്ടി വന്നു. കൊടുക്കണം. അതിന് അത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വരുന്നതല്ല. അതിപ്പം കേന്ദ്ര ഗവൺമെന്റ് കാശ് കൊടുക്കുന്നത്, അതിന്റെ കണക്കും കൊടുക്കാൻ പറ. അല്ല, ഇതൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ വരുന്നതാണ്. ഇതല്ല, അതായത് എല്ലാം കാശ് കൊടുക്കാൻ തയ്യാറാണല്ലോ. ഇതിനു മുമ്പ് കൊടുത്ത പണത്തിന്റെ കണക്ക് കൊടുത്താൽ നാളെ കാശ് തരാമെന്ന് നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ പറഞ്ഞപ്പം എന്നാ മിണ്ടാതെ എല്ലാം കൂടെ ഒളിച്ചോടിയേ? പ്രേമചന്ദ്രനെ വിളിച്ചു ചോദിച്ചു, കൊടുക്കണ്ടേ? അതാണ് പ്രശ്നം. അതുകൊണ്ടിപ്പോൾ പ്രശ്നം തീരും. ഭാവി ഇന്ത്യ ബി ജെ പിയുടെ കൈകളിൽ, അല്ലെങ്കിൽ എൻ ഡി എയുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കും, സമാധാനപൂർണ്ണമായിരിക്കും, വികസിതമായിരിക്കും എന്ന് PC ഉറപ്പ് പറയും. 100%. എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ പറയും. അതെ, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയും. ഉറപ്പായിട്ട് പോവാം. ഒരു ഇലക്ഷൻ കൂടി അടുത്തെത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളോട് സുദീർഘമായി PC ജോർജ് സംസാരിച്ചത്. അദ്ദേഹം ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് തീർച്ചയായും ഹൃദയം നിറഞ്ഞ നന്ദി സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് പറയുകയാണ്. PCക്ക് രാഷ്ട്രീയ ഭാവിയിൽ എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് തൽക്കാലം ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സർ. ഓക്കെ.